ഇന്നത്തെ എൻ്റെ യാത്ര എറണാകുളം ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഫോർട്ട് കൊച്ചിയിലേക്കാണ്. എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് വാട്ടർ മെട്രോയ്ക്കാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ യാത്രാവിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഞാനിപ്പോൾ എറണാകുളം ജില്ലയിലെ മറൈൻ ഡ്രൈവിലൂടെ ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പ്രൈവറ്റ് ബസ്സുകൾ ലഭിക്കും. അതുമാത്രമല്ല, ഇവിടെ നിന്ന് ബസ്സിന് നേരെ വൈപ്പിനിൽ ഇറങ്ങിയാൽ അവിടുന്ന് ജങ്കാർ മുഖേനയും നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിച്ചേരാം. വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഇടത്തുവശത്തായിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ കാണാം. ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. പൊതുവെ അവധി ദിവസങ്ങളിലെല്ലാം ഫോർട്ട് കൊച്ചിയിലേക്ക് നല്ല തിരക്കായിരിക്കും. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ബോട്ടിലേക്ക് കയറിക്കോളാൻ പറഞ്ഞു. ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് മാത്രമല്ല വൈപ്പിനിലേക്കും സൗത്ത് ചിറ്റൂരിലേക്കും വാട്ടർ മെട്രോ സർവീസുകളുണ്ട്. ചിലർ വൈപ്പിനിൽ ചെന്നിട്ട് അവിടെ നിന്ന് ജങ്കാർ വഴിയും ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാറുണ്ട്. നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് പോകുന്ന വാട്ടർ മെട്രോയാണ്. വലത്തുവശത്ത് കാണുന്നത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ്. ഇപ്പോൾ അവിടെ ഒരു കണ്ടെയ്നർ ഷിപ്പ് നിർത്തിയിട്ടിട്ടുണ്ട്. ദൂരെ കേരള ഗവൺമെന്റിന്റെ ഒരു ബോട്ട് മട്ടാഞ്ചേരിയിലേക്ക് പോകുന്നത് കാണാം. എറണാകുളം ബോട്ട് ചിട്ടിയിൽ പോയാലാണ് ഈ ബോട്ടിൽ കയറാൻ പറ്റുന്നത്. ഒരാൾക്ക് 6 രൂപയാണ് മട്ടാഞ്ചേരിയിലേക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. കടലിൽ നിന്ന് ഒരു ടൂറിസ്റ്റ് ബോട്ട് വരുന്നുണ്ട്. മറൈൻ ഡ്രൈവിലേക്കാണ് ആ ടൂറിസ്റ്റ് ബോട്ട് പോകുന്നത്. ഈ ഒരു ചെറിയ യാത്രയിൽ ഇതേപോലെയുള്ള നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഫോർട്ട് കൊച്ചി എത്തി. ദൂരെ കാണുന്നതാണ് ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷൻ. അവിടെ നിന്ന് ഒരു വാട്ടർ മെട്രോ തിരികെ പോകുന്നുണ്ട്. അങ്ങനെ ബോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ഒരുപാട് ചീനവലകൾ കടലിൽ നിൽക്കുന്നത് കാണാം. ചെറിയൊരു വഞ്ചി കടലിൽ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ ബീച്ചിലേക്ക് നടന്നു. പോകുന്ന വഴിയിൽ ഇടത്തുവശത്തായിട്ട് ഒരുപാട് കടകളൊക്കെ കാണാം. ഇത് ചീനവല വലിക്കുന്ന കാഴ്ചയാണത്. വലയിൽ നിന്ന് കിട്ടുന്ന മീനൊക്കെ ഇവിടെ വെച്ച് തന്നെ അവർ വിൽക്കുന്നുണ്ട്. പലതരത്തിലുള്ള ചെറിയ മത്സ്യങ്ങളാണ് ഈ ചീനവലയിൽ നിന്ന് കിട്ടുന്നത്. ഓരോ പ്രാവശ്യവും വല വലിക്കുമ്പോൾ കിട്ടുന്ന മീനൊക്കെ ഈ ട്രേയിലേക്ക് കൊണ്ടുവന്ന് ഇടുകയാണ്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ബീച്ചിൻ്റെ സൈഡിലൂടെയുള്ള വാക്ക്വേയിലൂടെ കുറച്ച് ദൂരം നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. മഴക്കാലമായതുകൊണ്ട് തന്നെ കടലിലെ തിരമാലകളൊക്കെ നല്ല ശക്തിയിലാണ് കരയിലേക്ക് അടിക്കുന്നത്. വാക്ക്വേയിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് 2 സ്റ്റീം ബോയിലറുകൾ കാണാം. പണ്ട് കാലങ്ങളിൽ കപ്പലുകളിൽ ഉപയോഗിച്ചിരുന്ന സ്റ്റീം ബോയിലറുകളാണ് ഇത്. ദൂരെ കുറച്ച് കപ്പലുകൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ചെറിയ ചെറിയ ബോട്ടുകൾ കടലിലൂടെ പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നിറയെ കണ്ടെയ്നറുകളുമൊക്കെ ആയിട്ട് ഒരു കപ്പൽ കടലിൽ നിന്ന് വരുന്നത് കണ്ടു. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്കാണ് ഈ കപ്പൽ പോകുന്നത്. കുറച്ചും കൂടി നടന്നു കഴിയുമ്പോൾ നമുക്ക് ഫോർട്ടി മാനുവലിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. 1503 പോർച്ചുഗീസുകാർ പണിയെഴുപ്പിച്ചതാണ് ഈ ഫോർട്ടി മാനുവൽ. കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു കപ്പൽ കടലിൽ നിന്ന് വരുന്നത് കണ്ടു. പലതരത്തിലുള്ള തൊപ്പികളും കളിപ്പാട്ടങ്ങളുമൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. വാട്ടർ മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് ജങ്കാർ ജെട്ടിയും വരുന്നത്. വൈപ്പിൻ ഫോർട്ട് കൊച്ചി ജങ്കാർ സർവീസാണിത്. ഒരാൾക്ക് 3 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ബൈക്കുകൾക്ക് 10 രൂപയും.
ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ആളുകൾക്ക് എറണാകുളം പോകാനായിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഈ ഒരു ജങ്കാർ സർവീസ്. കണ്ടെയ്നർ ടെർമിനലിൽ നിന്ന് തിരികെ കടലിലേക്ക് പോകുന്ന കപ്പലാണിത്. ആ കപ്പൽ പോകാൻ വേണ്ടിയിട്ട് ജങ്കാർ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ചയാണിത്. ബീച്ചിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് സെൻറ്റ് ഫ്രാൻസിസ് CSI പള്ളി. ഇവിടെയാണ് വാസ്കോ ഡ ഗാമയുടെ ശവകുടീരമുള്ളത്. ഈ പള്ളിയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഫാനിന് പകരം ഉപയോഗിച്ചിരുന്ന വിശറികൾ നമുക്ക് കാണാം. ഇതിൻ്റെ തൊട്ടു പുറകിൽ തന്നെയാണ് വാസ്കോ ഹൗസ് വരുന്നത്. ബിഗ് ബി എന്ന മലയാള ചിത്രമൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു വാസ്കോ ഹൗസിലാണ്. വാസ്കോ ഹൗസിൻ്റെ മതിലിലൊക്കെ ഒരുപാട് പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത് കാണാം. ഒരുപാട് പേർ അവിടെ നിന്ന് ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് എവിടെ നോക്കിയാലും ഇതേപോലെയുള്ള പുരാതനമായ ബിൽഡിങ്ങുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വാസ്കോ ഹൗസിൻ്റെ പരിസരത്തൊക്കെ ഒരുപാട് മനോഹരമായ വഴികൾ കാണാം. ഒരുപാട് കല്യാണ ഫോട്ടോഷൂട്ടുകൾ ഇവിടെ നടക്കാറുണ്ട്. അതുപോലെ മനോഹരമായ സ്ട്രീറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഒരു 100 കൊല്ലമെങ്കിലും പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെ എല്ലാം ഉള്ളത്. എല്ലാം പല കളറിലുള്ള പെയിന്റിംഗ് എല്ലാം ചെയ്ത് മനോഹരമാക്കി വെച്ചിരിക്കുകയാണ്. ബീച്ചിൻ്റെ സൈഡിൽ ഒരുപാട് പോപ്കോൺ വിൽക്കുന്ന കടകളൊക്കെ കാണാം. എന്തായാലും സമയം രാത്രിയായി. എന്തായാലും തിരികെ ഞാൻ ബോട്ടിനല്ല ബസ്സിനാണ് എറണാകുളത്തേക്ക് പോകുന്നത്. ബോട്ടിലൊക്കെ ഈ ഒരു സമയങ്ങളിൽ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ബസ്സിന് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. വേറെയും ഒരുപാട് കാഴ്ചകൾ ഫോർട്ട് കൊച്ചിയിൽ കാണാനുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.